നമസ്കാരം, അരുണാണ്. കൂടെ സുമിയുണ്ട്. മലാവിഡേരിയുടെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇങ്ങനെ ഇൻട്രോ പറഞ്ഞിട്ട് കുറെ നാളായില്ലേ? അതെ, എത്രയോ മാസങ്ങളായി. അപ്പോൾ വീണ്ടും ഞങ്ങൾ രണ്ടുപേരും ഒരുമിച്ചിട്ട് ഇത് ഇൻട്രോ ഒക്കെ പറഞ്ഞു വരികയാണ്. ശരിക്കും നമ്മൾ 9ാം മാസത്തിന്റെ ഇങ്ങനെയൊക്കെ ഇൻട്രോ പറഞ്ഞു വരുന്നുണ്ടായിരുന്നു. പക്ഷേ ഒരു അവിടെ നിന്ന് വരുമായിരുന്നല്ലോ, അപ്പൊ അങ്ങോട്ട് അങ്ങനെ ഇൻട്രോ എടുക്കാൻ പറ്റിയില്ല. അപ്പൊ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് കുറെ കാഴ്ചകളുണ്ട്. ഹോസ്പിറ്റലിൽ പോകാനുണ്ട്, ഹോസ്പിറ്റലിൽ പോയി വരണം, അതുപോലെ തന്നെ ചെറിയ ഫോട്ടോഷൂട്ട്, അങ്ങനെ പല പല പരിപാടികളാണ്. അതിന്റെ ഇടയിൽ നല്ല ആക്റ്റീവ് ആയിട്ടുള്ള കുറച്ച് പരിപാടികളൊക്കെ ഉണ്ട്. അപ്പൊ എല്ലാം വഴിയെ കാണാം. അപ്പൊ വീഡിയോ കണ്ടിട്ട് വരാം അല്ലേ? അതെ. അപ്പോൾ ഇത് ഞങ്ങൾ രാവിലെ തന്നെ ഹോസ്പിറ്റലിൽ പോയിട്ടുണ്ട് കേട്ടോ. ഷുഗറൊക്കെ ഉള്ളതുകൊണ്ട് ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് രാവിലെ പോകണം, വെറും വയറ്റിലൊക്കെ നോക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതിൻ്റെ ടെസ്റ്റും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ട് ഇപ്പോൾ ഡോക്ടറിനെ കാണാൻ വേണ്ടി നിൽക്കുകയാണ്. ഞങ്ങൾ നിലമ്പൂരിൽ വടപുറത്തുള്ളൊരു ഹോസ്പിറ്റലാട്ടോ കാണിക്കുന്നത്. അപ്പോൾ അവിടുന്ന് ഹോസ്പിറ്റലിലത്തെ എല്ലാം കാണിച്ച് ഞങ്ങൾ പുറത്തേക്ക് ഇറങ്ങി സൂപ്പർ മാർക്കറ്റിൽ കയറിയതാണ്. നമ്മുടെ ചന്തക്കുന്ന്, അതായത് നിലമ്പൂരിൻ്റെ തൊട്ടുപുറത്തുള്ള ചന്തക്കുന്നിൽ വലിയൊരു സൂപ്പർ മാർക്കറ്റ് ഉണ്ട്. ശരിക്കും പറഞ്ഞാൽ നമ്മുടെ നാട്ടിലെ ഏറ്റവും വലിയ സൂപ്പർ മാർക്കറ്റ് എന്ന് പറയാൻ അതേ ഉള്ളൂ. അപ്പോൾ സൂപ്പർ മാർക്കറ്റില്ല, ഹൈപ്പർ മാർക്കറ്റ്. അപ്പോൾ ജാം ഹൈപ്പർ മാർക്കറ്റിലേക്കാണ് നമ്മൾ പോയിട്ടുള്ളത്. അവിടെ ചെന്നപ്പോഴാണ് ഇങ്ങനെ എല്ലാ കാര്യങ്ങളും നോക്കി കിടന്നപ്പം അലക്കുകല്ല് കണ്ടത് കേട്ടോ. നമ്മുടെ അരുണേട്ടൻ്റെ വീട്ടിൽ നമ്മൾ കിണർ പണിയൊക്കെ കഴിഞ്ഞപ്പോൾ അവിടെ ഒരു അലക്കുകല്ല് സെറ്റ് ആക്കണം എന്നൊക്കെ വിചാരിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതേതായാലും പറ്റിയില്ല. അപ്പോൾ ഇവിടെ നോക്കിയപ്പോൾ റെഡിമെയ്ഡ് ആയിട്ടുള്ള അലക്കുകല്ല് കണ്ടു. അപ്പോൾ ഇവിടുന്ന് അലക്കുകല്ല് എടുക്കാമെന്ന് അരുണേട്ടൻ പറഞ്ഞപ്പോൾ എന്നാൽ ആയിക്കോട്ടെ, എന്തായാലും നല്ലൊരു സാധനമാണല്ലോ, അപ്പോൾ എടുക്കാമെന്ന് വിചാരിച്ചു. ഞങ്ങൾ ജാം ജൂമിൽ വന്നതാണ് കേട്ടോ. ജാം ജൂമിൽ വന്നിട്ട് ഞങ്ങളൊരു എന്താ പറയുക ഇതെടുത്തു, അലക്കുകല്ല് 1800 രൂപയുടെ. നമ്മുടെ അലക്കുകല്ല് ഉണ്ടാക്കുന്നതിനേക്കാളും ലാഭമാണ് ശരിക്കും പറഞ്ഞാൽ ഇത് വാങ്ങണം കേട്ടോ. ഇവിടെ വന്നപ്പോൾ നമ്മളെ പരിചയമുള്ള 2 ചേച്ചിമാരുണ്ടായിരുന്നു കേട്ടോ, നമ്മുടെ മലാവി ഡയറി കാണുന്നത്. അപ്പോൾ അവരോടൊക്കെ സംസാരിച്ച് ഒരുപാട് സന്തോഷമായിട്ട്, നമ്മുടെ പുറത്തുനിന്നൊക്കെ കണ്ട് നമ്മളെ റെക്കഗ്നൈസ് ചെയ്യുക എന്നൊക്കെ പറയുമ്പോൾ വളരെ സന്തോഷമാണ്. അപ്പോൾ അവിടെ നിന്നൊക്കെ ഇറങ്ങി പിന്നെ ഉച്ചയായിട്ടോ. അപ്പോൾ വിശന്നപ്പോൾ എല്ലാ പ്രാവശ്യവും ചെക്കപ്പിന് പോകുമ്പോൾ തിരിച്ച് വരുമ്പോൾ ഈ ഒരു ഹോട്ടലിൽ നിന്നാട്ടോ ഭക്ഷണം കഴിക്കാറുള്ളത്. കാരണം ഷുഗർ ആണെന്നുണ്ടെങ്കിലും ഉച്ചയ്ക്ക് നമുക്ക് ഒരു സ്പൂൺ ചോറുണ്ടാകും. അതുകൊണ്ട് എല്ലാ തവണയും ഈ ഒരു ഹോട്ടലിൽ കയറുക. ഉടുപ്പി എന്ന് പറഞ്ഞ ഹോട്ടലാണ് കേട്ടോ. ഇവരുടെ സദ്യ അടിപൊളിയാണ്. ഉച്ചയ്ക്കത്തേക്കുള്ളത് ഒരുപാട് കറികളും അതിൻ്റെ പായസമാണ് കേട്ടോ എനിക്ക് ഏറ്റവും ഇഷ്ടം. ഷുഗർ ആണെങ്കിൽ ആ ചെറിയൊരു ഗ്ലാസ്സിലെ പായസം ഞാൻ കുടിക്കാറുണ്ട് കേട്ടോ. അത് മാസത്തിലൊരു തവണയല്ലേ വിചാരിച്ചിട്ടാണ് ഞാൻ കുടിക്കാറുള്ളത്. പക്ഷേ അടിപൊളി സദ്യ എന്ന് പറഞ്ഞാൽ അടിപൊളി സദ്യയാണ് കേട്ടോ ഉച്ചയ്ക്കത്തത്. രാവിലത്തെ ഒന്നും ഞാൻ കഴിച്ചിട്ടില്ല, ഉച്ചയ്ക്കാണല്ലോ നമ്മളിവിടെ എത്തിപ്പെടാറുള്ളത്. അതുകൊണ്ട് രാവിലത്തെ ഭക്ഷണത്തിൻ്റെ ഒന്നും അറിയില്ല. ഇനി അവിടുന്ന് രാവിലത്തെ ഭക്ഷണമൊക്കെ കഴിക്കുമ്പോൾ ഞാൻ അതിൻ്റെ ടേസ്റ്റൊക്കെ അങ്ങനെ ഉണ്ടെന്ന് പറയാം. പക്ഷേ ഈ ഒരു സദ്യ എന്ന് പറയുന്നത് അടിപൊളി എന്ന് പറഞ്ഞാൽ അടിപൊളിയാണ്. ഓരോ കറിക്കും അതിൻ്റെ വ്യത്യസ്തമായിട്ടുള്ള ടേസ്റ്റ് ഉണ്ട് കേട്ടോ. നമ്മൾ ചില കടകളിൽ കയറിയിട്ടുണ്ടെങ്കിൽ എല്ലാ കറിയും ഏകദേശം ഒരു ടേസ്റ്റ് പോലെ തോന്നും. പക്ഷേ അങ്ങനെയല്ല, അടിപൊളിയാണ് കേട്ടോ അവിടുത്തെ സദ്യ എന്ന് പറയുന്നത്. അപ്പോൾ നിലമ്പൂരിലുള്ള ആരെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ ഇത് കാണുന്നുണ്ടെങ്കിൽ അവിടെ ഒന്ന് പോയി കഴിച്ചു നോക്കണം. ഉച്ചയ്ക്കത്തെ സദ്യ അടിപൊളിയാണ്. പിന്നെ അതൊക്കെ കഴിഞ്ഞ് ഈവനിങ്ങിൽ ഞങ്ങൾ ഫോട്ടോ എടുക്കാൻ വേണ്ടി പോവുകയാണ്. അപ്പോൾ ഏടത്തിയമ്മ, ചേച്ചി, കണ്ണൻ, ഞാൻ, അരുണേട്ടൻ, ഞങ്ങൾ 5 പേരും കൂടെ. ഇത് എൻ്റെ വീടിൻ്റെ അവിടെ നിന്ന് കുറച്ച് ദൂരമേ ഉള്ളൂ കേട്ടോ. അപ്പോൾ അവിടെ പോയി ഫോട്ടോ എടുക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഞങ്ങളുണ്ടല്ലോ നമ്മുടെ അപ്പൻകാപ്പ് പറഞ്ഞ സ്ഥലത്തെത്തിയിട്ടുണ്ട്. ഇവിടെ ജസ്റ്റ് ഒരു ഫോട്ടോ എടുക്കാൻ വേണ്ടി വന്നത് കേട്ടോ. നമ്മുടെ വണ്ടിയൊക്കെ ബാക്ക്ഗ്രൗണ്ടായിട്ട് നമ്മൾ ചെറിയൊരു ഫോട്ടോ എടുക്കാൻ വേണ്ടി ഹോസ്പിറ്റലൊക്കെ പോയി വന്നിട്ട് ഒരു ഫോട്ടോഗ്രാഫി. അപ്പോൾ ഇവിടെ ഞാനും സുമിയും കൊണ്ടൊരു ഫോട്ടോഷൂട്ടിന് വേണ്ടി വന്നതാണ് കേട്ടോ. ആദിത്യയാണ് നമ്മുടെ ഫോട്ടോഗ്രാഫർ. നമ്മുടെ വണ്ടി മലകൾ. അപ്പൊ ഞങ്ങള് ഫോട്ടോഷൂട്ട് കഴിഞ്ഞു. ഇനി നമുക്ക് പോണ വഴിക്ക് പാള പറക്കണം. അതാണ് നമ്മുടെ അടുത്ത പരിപാടി. കുട്ടീനെ കുളിപ്പിക്കാൻ പാള. അതെ, അല്ല കണ്ണ ഞാൻ വെറുതെ പറഞ്ഞതാ, വീഡിയോ അറിയില്ല. ഈ അടുത്തൊന്നും തുടങ്ങൂലെന്നുള്ളു വീഡിയോസ് ഒക്കെ വീഡിയോ എടുക്കുന്നുണ്ട്. നമ്മള് മറ്റേ സാധനത്തിലൊക്കെ കയറിയിട്ടില്ലേ. അപ്പൊ ഞങ്ങൾ ഇവിടെ ഒരു പറമ്പിൽ പാള കണ്ടു. പാള എടുക്കാൻ വേണ്ടി പോവാണ്. ആൾക്കാർ ഓടിച്ചില്ലെങ്കിൽ തിരിച്ചോടാം.
ഗൈസ്, അപ്പോൾ കുട്ടിയെ കുളിപ്പിക്കാനുള്ള പാലെടുക്കാനുള്ള പരിശ്രമത്തിലാണ് ആദ്യത്തെയും ചേച്ചി. അപ്പോൾ എന്താ വെച്ചാൽ ഞാൻ അങ്ങോട്ട് പോകുന്നറിയോ, അഥവാ ചീത്ത കേട്ടാ ഇവർക്ക് കേട്ടുകൊണ്ടല്ലോ നമുക്ക് ഓടി വണ്ടി കയറാം. എനിക്കാണ് എടുക്കത്തെ പേര് ആയതുകൊണ്ട് അറിഞ്ഞിട്ട് ഇങ്ങനത്തെ കാര്യത്തിലെല്ലാം പേടിയാണ്. എനിക്ക് ആൾക്കാരെ പറമ്പിലൊക്കെ ചോദിക്കാൻ കയറുന്നൊക്കെ പെരും പേടിയാണ്. പാവന്റെ ചേച്ചി മറ്റേ എന്താ കവുങ്ങിന്റെ പാള എടുത്ത് അതിൽ നടക്കണ്ട. അവിടെ വഴിയുണ്ടോ പുറത്തേക്ക്? വേറെ പാടാണ്ട് അത്യാവശ്യം വലിപ്പമുണ്ടല്ലേ പാള? 2 കിട്ടി പച്ചപ്പാളന്. ഇത് ഒരുപാട് കൊക്കോ ഒക്കെ ഉള്ള തോട്ടാണ് കേട്ടോ. കവുങ്ങും തേക്കും കൊക്കോ കാപ്പിയും ഒക്കെ ഉള്ള. എൻ്റെ വീട്ടിൽ നിന്ന് കുറച്ച് ദൂരം വന്നാൽ മതി കേട്ടോ. അപ്പോൾ ചേച്ചി പാടൊക്കെ കൊണ്ടുവരുന്നുണ്ട്. കണ്ട പഴുത്ത കൊക്കോ കാപ്പി ഉണ്ട് അവിടെ. കൊക്കോ കാപ്പി കട്ട് പറിക്കുന്ന 2 ആൾക്കാർ. അത് അരനേട്ടനും ഇവിടെ ഒരു പാളട്ടിട്ടുണ്ട്. ഇവര് ചേച്ചിയാ ആ പാൾ അങ്ങനെ ഇതേ പാളയും കട്ടുപറിച്ചൊരു കൊക്കോ കാപ്പി ആയിട്ട് ഞങ്ങൾ പോകുന്നു. എങ്ങനെയുണ്ട് പാള പറക്കൽ എക്സ്പീരിയൻസ്? പാള പറക്കാനാന്ന് അറിഞ്ഞാ മതി. എന്നിട്ട് പാളേന്റെ ഉള്ളിൽ വെച്ച് വണ്ടി ഉണ്ടോ? വണ്ടി ഓട്ടാൻ പഠിക്കാനേ ഒരു പോട്ടെ. എന്നിട്ട് നമുക്ക് ആകുമ്പോഴോ വരച്ചിട്ട് പോകും. അപ്പൊ ഇതേ ഞങ്ങള് പാളയും ഒക്കെ പറിച്ച് എല്ലാരും കൂടെ പാളയൊക്കെ ബേക്കിന് വെച്ചിട്ടുണ്ട് വണ്ടീന്റെ. അതോടെ എടുത്തിട്ടുണ്ട്. ഇതാണ്ട ഞങ്ങളവിടുത്തെ അങ്ങാടി. ബസ്സൊക്കെ നിർത്തിയിരുന്ന സ്ഥലം. കുറച്ച് താഴെയാണ് അച്ചാച്ചന്റെ കട. അപ്പൊ അച്ചാച്ചന്റെ കടയിൽ നിന്ന് അച്ചാച്ചൻ അവിടെ കുറച്ച് കപ്പ മേടിച്ച് വെച്ചിട്ടുണ്ടാവും. ആ കപ്പയൊക്കെ എടുത്തിട്ട് വേണം പോവാന്. അതെ, നല്ല നെയ്യപ്പവും എന്തൊക്കെ ഉണ്ട്. പഴംപൊരി ഫുള്ളുകള്. ഇതാണ് അച്ചാച്ചന്റെ കട. ഞങ്ങൾ പോയപ്പോ കൊറേ എണ്ണക്കടികൾ ഉണ്ടായിരുന്നു. ഏറ്റുപടിയും കഴിഞ്ഞു, കുറച്ചുള്ളൂ. കടയിൽ കടികളെല്ലാം തീർന്നു തോന്നണോ? പോയപ്പോ കടികൾ വന്നപ്പോ നിറച്ചായിരുന്നു. കഴിഞ്ഞല്ലോ, കടി കഴിഞ്ഞു. കടി കഴിഞ്ഞു കേട്ടോ. കടികൾ കാണാൻ പറ്റുള്ളൂ അല്ലേ? അച്ഛൻ്റെ കടയിലെ നെയ്യപ്പൊക്കെ ഭയങ്കര ഫേമസ് ആണെന്ന് പറയുന്നത്. അല്ല, ഞങ്ങളിപ്പോ അങ്ങോട്ട് പോയപ്പോ നിറച്ച് കടി ഉണ്ടെന്നേ. അപ്പൊ ഞങ്ങളെ വീഡിയോ എടുത്ത് പറയുന്നത് നിറച്ച് കടി ഉണ്ടെന്നൊക്കെ പറഞ്ഞു. കടി തീർന്നു. ആ ഇതാട്ടോ നമ്മുടെ മുണ്ടേരി അങ്ങാടി. ഇത് വലിയൊരു അങ്ങാടി കേട്ടോ മുണ്ടേരി. ഇവിടെ നമ്മുടെ നാടിന് പ്രത്യേകം ഉണ്ടോ? കുറെ പള്ളീനെ കുറിച്ച് ഇവിടെ മുസ്ലിം പള്ളി, ക്രിസ്ത്യൻ പള്ളി രണ്ടും ഉണ്ട് കണ്ടോ. കടി കഴിഞ്ഞു നമ്മൾ ചെന്നപ്പോഴത്തേക്കും. ലാസ്റ്റ് കുറച്ച് അരഞ്ഞിട്ടിന്റെ നാരങ്ങ സോഡ ആണെന്നുണ്ടല്ലോ. എടാ ഒന്ന് ആന്റിക്ക് കൊടുക്ക്. നിങ്ങളൊക്കെ ഇതില് നടന്ന പുഴയൊക്കെ കണ്ട് ആന്റിക്ക് കൊടുക്ക്. പിന്നെ
ഞങ്ങൾ കടയിൽ നിന്ന് പോന്നു, തിരിച്ച് വീട്ടിലേക്ക് പോകട്ടെ. സ്വപ്നം കണ്ടുവന്നിട്ട് ആദ്യം വേണ്ടായിരുന്നു. ഞങ്ങളെ പഴയ വീട്, ഞങ്ങൾ ആദ്യം താമസിച്ച വീട് അതാണ്. അവിടെ ആ ഗുഡ്സൊക്കെ നിൽക്കുന്നില്ല. ഈ വീട് ആദ്യമായിട്ട് ഇവിടെ വാർപ്പും വീട് ഉണ്ടാക്കിയത് നമ്മളെ വീടായിരുന്നു. ഇതാണ് ഞങ്ങളുടെ ആദ്യത്തെ വീട്. ഇത്രയും അങ്ങാടിയുടെ ഉള്ളിലായിരുന്നേ, ചുറ്റും കോളനി ആയിരുന്നു. ഇപ്പൊ ഇവിടെ ആരും താമസമില്ല കേട്ടോ കോളനിയില്. നമ്മൾ ആ വെള്ളപ്പൊക്കം ഞാൻ പഠിച്ച നേഴ്സറി ഇവിടെ ആയിരുന്നു, പക്ഷെ ഇതിപ്പോ പുതിയ ഉണ്ടാക്കിയ നേഴ്സറി. കഴിഞ്ഞ നമ്മളെ വെള്ളപ്പൊക്കത്തില് നേഴ്സറി ഒക്കെ ഫുള്ളായിട്ട് ഒലിച്ചു പോയി, വെള്ളമൊക്കെ കേറിയിട്ട്. ഇത് ഞങ്ങളെ പുഴ. ഇവിടെ വന്ന് മീൻകോരലും എല്ലാ പരിപാടികളും ഞാൻ ചെയ്തിട്ടില്ല, ബാക്കിയെല്ലാം ചെയ്തിട്ടുണ്ട്. ഏട്ടനും അനിയനും എല്ലാവരും ഒക്കെ കുളിക്കാൻ വരുന്നതൊക്കെ. പിന്നെ ഇവിടുത്തെ പള്ളി നല്ല അടിപൊളി പള്ളിയാണ് കേട്ടോ. ഒട്ടുമിക്ക ഫോട്ടോകളും എല്ലാരും ഇവിടെ നിന്ന് എടുക്കാറുണ്ട്, നല്ല ബാക്ക്ഗ്രൗണ്ട് ഇട്ടണേ കൊണ്ട്. ഇതാണ് ആദ്യത്തെ പാറ കേട്ടോ പുഴന്റെ അടുത്ത്. ഞാൻ എന്റെ വീട്ടിലേക്ക് പോണ വഴി അരനേട്ടം കഴിഞ്ഞ വീഡിയോയില് രാത്രി വന്നപ്പോ ചെറുതായിട്ട് കാണിച്ചിട്ടുണ്ടായിരുന്നു അല്ലേ. ഈ കുന്ന് ഇവിടെ ആദ്യം പ്ലെയിൻ ആയിട്ടുള്ള ഒരു കുന്നായിരുന്നു. ഇതിന്റെ താഴെ വലിയൊരു ഗ്രൗണ്ട് ആയിരുന്നു. പക്ഷെ ഇപ്പൊ കുന്നാണെന്ന് തന്നെ തോന്നൂല കേട്ടോ. ഒരു തവണ ഇവിടെ JCB വന്ന് മാന്തി ആകെ ഇളക്കിയിട്ട് ഇവിടെ ക്രിക്കറ്റ് ഒന്നും കളിക്കാൻ പറ്റാത്ത കോലത്തിലായിട്ടു. ഇതിന്റെ വീട്ടിലേക്ക് പോണ വഴി. കപ്പ അവിടെ വന്നിട്ടില്ലായിരുന്നു കുറച്ച്. അതെ, നമ്മളെ വണ്ടിയില് നമ്മള് പോയി പാളെടുത്തു വന്നു കേട്ടോ. നമ്മള് കുഞ്ഞുണ്ടാകുമ്പോ കുളിപ്പിക്കാനാണ് കേട്ടോ. പാളയിൽ ഞങ്ങളൊക്കെ പാളയിലാ കുളിച്ചത്. അതിന് നമ്മളെ കുട്ടിയും പാളയിൽ കുളിക്കട്ടെ എന്നല്ലേ. ആ ചെറിയൊരു സാധനം. അതല്ല, അതാണ് ഞാൻ മറ്റേ കിട്ടിയ വാള. ആദ്യം കിട്ടിയ വാള. ആദ്യം കിട്ടിയ വാള അറിയാം. കുഴിവുണ്ട്. കുഴിയുള്ളതാണ് ആൺപാള. ഒന്നും പറയാൻ പറ്റൂല. അപ്പൊ ഞങ്ങള് തലമുറയ്ക്ക് അറിയേണ്ടത് ആണാണോ പെണ്ണാണോ. കൺപാള അറിയണേ വട്ടത്തിലുണ്ടാവും. വട്ടത്തിൽ അതാണ് കൺപാള. അപ്പൊ ആൺപാളയാണ്. പുറത്തേക്ക് ഉണങ്ങുമ്പോ തീർന്ന അറിയുന്നതിന് കൊറേ പാളയുണ്ട്. ഇതൊക്കെ പുതിയ പാള തന്നെ, പഴയ പാളയല്ല. ഇത് പൊട്ടിയത് അവിടെ ചെയ്ത് ചേട്ട് പൊട്ടിയാണ്. വണ്ടിക്കകത്ത് പൊടി തുടക്കാം നമുക്ക്. പണ്ടൊക്കെ നല്ല കിടിലം പാളകൾ കിട്ടുന്നില്ലേ, നല്ല കുഴിയും നല്ല കട്ടിയൊക്കെയുള്ള പാളയത് പണ്ട് കിട്ടിക്കൊണ്ട്. എനിക്കൊന്നിപ്പോ സീസൺ അല്ലാത്തോണ്ടാവുന്നല്ലേ. ഞാൻ വണ്ടി പറയാം കേട്ടോ. ഗ്ലാസ് ഒക്കെ ഒന്ന് തുറന്നിട്ട് വരും നിങ്ങൾ പോണ വഴിക്ക് കേട്ടോ. ചോറ് കപ്പയാ, കപ്പ കുറച്ച് കഴിയുമ്പോ വരും കിട്ടുള്ളൂ. അവിടെ ഇപ്പം അല്ലേ നോക്കിയപ്പോ. ഇത് ആൺപാള. അച്ഛമ്മ ഇപ്പൊ പാളേന്റെ ഈ ഭാഗമൊക്കെ മുറിച്ച് കളഞ്ഞാണ്. അങ്ങനെയാണല്ലേ കുഴിയുള്ള പാളയാവും. അപ്പോൾ കുഴങ്ങിയപ്പോൾ നല്ലൊരു മാംഗോ ജ്യൂസ് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ മാംഗോ ജ്യൂസ് കുടിച്ച് ഇന്നത്തെ വീഡിയോ അവസാനിപ്പിക്കുകയാണ്. കൂടുതൽ കാഴ്ചകളും വിശേഷങ്ങളുമായിട്ട് പുതിയ എപ്പിസോഡ് വരാം. അതുവരെ ബൈ.